സജ്ജനങ്ങളെ, ചിന്തകൾ വികാരങ്ങളായി വാസനകളായി തീർന്ന് കാലാന്തരത്തിൽ അത് സംസ്കാരമായി മാറുന്നു. ജാതിയോ മതമോ അവനവൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളോ ഒന്നുമല്ല യഥാർത്ഥ ദുഃഖത്തിന് കാരണം. എത്ര ജന്മമെടുത്താലും ഏത് കുലത്തിൽ വന്ന് ജനിച്ചാലും സംസ്കരിക്കാത്ത സംസ്കാരം ഉള്ളിലുള്ള കാലത്തോളം സംസ്കാരമില്ലായ്മ മറച്ചു പിടിക്കാനാകില്ല. അത് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പുറത്തു വരുമെന്നറിയുക. കലിയുഗത്തിൽ കാലഹരണപ്പെട്ട ആശയങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന കുറച്ച് ആൾക്കാരും അതിനെ പിന്തുണയ്ക്കുന്ന ഒരു സമൂഹവും നാടിന് ശാപമായി തീരുമ്പോൾ അധാർമിക പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നത് ചുറ്റുപാടും ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. അധാർമിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കൊണ്ടല്ല, അതിന് കൂട്ടുനിൽക്കുന്നവരെ കൊണ്ടാണ് നാട് നശിക്കാൻ പോകുന്നതെന്ന് പണ്ടേ പുണ്യാത്മാക്കൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏത് കർമ്മം നടന്നാലും കർമ്മഫലം അതേ നിമിഷം തന്നെ ആ ജീവനിൽ രേഖപ്പെടുത്തുന്നു എന്ന് തിരിച്ചറിയുക. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്ന അവസ്ഥയിൽ നിന്ന് എല്ലാത്തിനും ഉത്തരവാദി ഞാനാണെന്ന് തിരിച്ചറിയാൻ ഏതെങ്കിലും ഒരു ജന്മത്ത് യഥാർത്ഥ സംസ്കൃതിയിലെത്തിയ ഗുപ്തയോഗ രഹസ്യം അറിയുന്ന ഗുരുവിൻ്റെ മുന്നിൽ ചെന്നെത്താൻ അവസരമൊരുക്കും. ആ ഗുരുവിൽ ശരണാഗതി പ്രാപിക്കുമ്പോൾ ജന്മജന്മാന്തരങ്ങൾ ചെയ്തു പോയ അബദ്ധങ്ങൾ ഓരോന്നും ഓർമ്മപ്പെടുത്തി തന്ന് പുതിയ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെ കർമ്മവും കർമ്മബന്ധങ്ങളും തീർത്ത് മോക്ഷത്തിലേക്ക് പോകാൻ അനുഗ്രഹരൂപേണ ആ ഗുരു വഴിയൊരുക്കുമെന്ന് തിരിച്ചറിയും.